നമസ്കാരം. മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ബിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് സൂചന. സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ സാധ്യതയേ ഇല്ല എന്നാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. സംഭവം അങ്ങനെയല്ല. കുറച്ചു കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കഴിഞ്ഞ് കൂട്ടാമെന്നാണ് ഇപ്പോഴത്തെ രഹസ്യ അജണ്ട. പൊതുജനം പട്ടിണി കിടന്നാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ മരണം വരെ സമരം കിടന്നാലും ശരി, നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച നേതാക്കന്മാർക്കൊക്കെ കൈനിറയെ ശമ്പളവും അലവൻസും കിമ്പളവും ഒക്കെ കിട്ടുന്നുണ്ടെന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ ശുപാർശ അടങ്ങിയ ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എത്തിയെങ്കിലും തൽക്കാലം നടപടി വേണ്ട എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോൾ ശമ്പള വർധന വേണ്ട എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് പൊതുജനാഭിപ്രായം എതിരാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രാഷ്ട്രീയ കക്ഷികളെല്ലാം ശമ്പള വർധനവിന് അനുകൂലമാണ്. ഇത് സംബന്ധിച്ച ബിൽ കൊണ്ടുവരുന്നതിനോട് യോജിക്കുമെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരുന്നു. നിലവിലെ ശമ്പളവും ആനുകൂല്യവും മണ്ഡലത്തിലെ ചെലവുകൾക്ക് തികയുന്നില്ല എന്നാണ് MLA-മാരുടെ പക്ഷം. 2018 മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും പുതുക്കിയത്. 35% വരെ വർധനവാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മന്ത്രിമാരുടെ ഉൾപ്പെടെ ഭരിക്കുന്നവർക്കും ചുക്കാൻ പിടിക്കുന്നവർക്കും ഒക്കെ കൂടി നക്കാപ്പിച്ച ശമ്പളമാണ് കിട്ടുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കേട്ടാൽ കണ്ണു തള്ളുന്ന ശമ്പളമുണ്ട് എല്ലാവർക്കും. 2018 MLA-മാരുടെ ശമ്പളം മണ്ഡലം അലവൻസ്, ടെലിഫോൺ അലവൻസ്, യാത്രാ ഭത്ത തുടങ്ങിയവയ്ക്ക് 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കിയാണ് ഉയർത്തിയത്. മന്ത്രിമാരുടെ ശമ്പളം 55,012 നിന്ന് 97,429 രൂപയായും ഉയർത്തി. മന്ത്രിമാർക്ക് ശമ്പളത്തിന് പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാതെ യാത്രാ ഭത്തയും ലഭിക്കും. മന്ത്രിമാർക്ക് വാഹനവും വസതിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടാകും. തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കാം. മന്ത്രിമാർക്കും നിയമസഭാംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശരഹിത വായ്പ ലഭിക്കും. രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവ് സർക്കാർ വഹിക്കും. ഇതിനും പരിധിയില്ല. ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് ലഭിക്കും. മുൻ നിയമസഭാംഗങ്ങൾക്കും ചികിത്സാ ചെലവിന് അർഹതയുണ്ട്. കാലാവധി കഴിഞ്ഞ നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെക്കാൾ ശമ്പളം കുറവാണെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർക്ക് 1.45 ലക്ഷം രൂപയാണ് ശരാശരി ശമ്പളം. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് 1.3 ലക്ഷം ലഭിക്കും. അപ്പോൾ പിന്നെ ഖജനാവിന്റെ വലിയ പങ്കും മന്ത്രിമാർക്കൊക്കെ കൂടി പങ്കുവയ്ക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് സാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച